അപ്പൊ ഒരു ഡൗട്ട് തോന്നില്ല അവൻ എന്തായാലും. ഹായ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് എൽറിജിനെ തന്നെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കഴിഞ്ഞ പ്രാങ്കിലൊക്കെ അവനെ യൂസ് ചെയ്തതിനെ കൊണ്ട് അപ്പൊ അവനെ അറിയില്ലേന്ന് വിചാരിക്കും. പക്ഷെ ഇതൊരു പ്രാങ്ക് ടൈപ്പ് അല്ല വരുന്നത്. പെട്ടെന്ന് പ്രാങ്ക് ആണെന്ന് മനസ്സിലാവില്ല. അതായത് നമ്മളിപ്പോ ഒരു ഗെയിമും കളിക്കുന്നുണ്ട്. അതായത് വാട്ടർ കപ്പില് മുകളിൽ ഈ എന്താ പറയാ പ്ലാസ്റ്റിക് ബോൾ ഉണ്ട്. പ്ലാസ്റ്റിക് ബോൾ ഇട്ടിട്ട് ഇങ്ങനെ ഊതുന്ന 2 വീഡിയോ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അതായത് ഈ ബോളിന്റെ വീഡിയോ വന്നതിന് ശേഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളിപ്പോ കാണുമ്പോ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതെ, അതേമാതിരി അല്ല. ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടിക്ക. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാങ്ക് എപ്പിസോഡാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് കണ്ടിട്ടിട്ട് നമുക്ക് വീഡിയോ എന്തായാലും തുറന്നേക്കാം. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമ്മുടെ പ്രാങ്കിലേക്ക് കടക്കുന്നതിന്റെ മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. അതായത് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഈ കേരള PSC ഒക്കെ പ്രിപ്പയർ ആവുന്ന ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും ഈ ആപ്ലിക്കേഷൻ. കാരണം ഈ ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് പുറത്ത് കോച്ചിങ് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് എൻട്രി ആപ്ലിക്കേഷൻ. അതായത് PSCക്ക് മാത്രമല്ല, കേരള PSCക്ക് മാത്രമല്ല, SSC, RRB, ബാങ്കിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പം ഈ നമ്മുടെ എൻട്രി ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ലേൺ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനിങ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഇതിനൊക്കെ പ്രിപ്പയർ ആവാൻ സാധിക്കും. എൻട്രി ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ ക്വിസ്, ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ നല്ല അടിപൊളി ടീച്ചേഴ്സ് ആണ് എൻട്രി ആപ്പിലുള്ളത്. അതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും, സബ്ജക്ട് വൈസ് ടെസ്റ്റ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് പഠിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ കേരള PSCക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പുറത്തു പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നിട്ട് നല്ല സുഖമായിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴാണ് നമുക്ക് ഫ്രീ ടൈം ഉള്ളത് അപ്പം നമ്മുടെ മൊബൈൽ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. അപ്പൊ എന്തായാലും ഈ ടൈമിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് 50% ഓഫ് ഉണ്ട്. ഈ ഒരു റോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ കൂടി യൂസ് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പൊ ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിങ്ങനെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു മുട്ട ആവശ്യമുള്ളൂ, പക്ഷെ ഒന്ന് സ്പെയർ ആയിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് മാർക്കർ കൊണ്ട് കളർ ചെയ്തേക്കാം. എന്നിട്ട് നമ്മുടെ ഇപ്പം വേറൊരു ഷൂട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്ലാസ്റ്റിക് ബോളും കളർ ചെയ്യാം നമുക്ക്. അപ്പൊ ഒരു ഡൗട്ട് തോന്നില്ല അവൻ എന്തായാലും. ഇത് ഉണങ്ങിക്കോളും ആ ഗെയിം കഴിയുമ്പോത്തിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ അടിച്ചു വെക്കുന്നത്. പിന്നെ അവൻ കാണണ്ടല്ലോ, ആള് വരുമ്പോത്തിന് ഇത് സെറ്റായി നിന്ന് കഴിഞ്ഞാൽ പോക്കറ്റിൽ ഇട്ടിട്ടായിരിക്കും ഞാൻ അതിന് എടുക്കല്. എന്താവും കോമഡി എന്തായിരിക്കും നമുക്ക് എന്തായാലും കാണാം. നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. സ്പെയർ അടിക്കണ്ട, മുട്ട ഇവിടെ വേറെ തന്നെ നിന്നോട്ടെ. നമുക്കിപ്പം എന്തായാലും നമ്മുടെ പറ്റിക്കാനുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. മുട്ടാന്ന് പെട്ടെന്ന് പറയൊന്നുമില്ല. ഉണങ്ങി കഴിഞ്ഞാലും നമ്മളിത് കാണിക്കാനും പോകുന്നില്ല, പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നേ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇനി എൽഡ്രിജ് വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങാം. ഓക്കെ അല്ലേ? നമ്മള് പ്ലാസ്റ്റിക് ബോളും കൂടി ഒന്ന് ജസ്റ്റ് സ്കെച്ച് കൊണ്ട് ഇങ്ങനെ വരച്ചിടുന്നുണ്ട്. ഒറ്റൊന്നിന് മാത്രമേ വയ്ക്കുന്നുള്ളൂ. അതൊക്കെ മുന്നിൽ ഇങ്ങനെ പോരുമ്പം വലിയ സംശയങ്ങളൊന്നും ഇല്ലാതിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് തന്നെ. എന്താണ് മനസ്സിലാവാതെ? അതായത് മനസ്സിലാവൂല എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ സൈബ? എന്തോ എന്നാണ് അവള് പറഞ്ഞത്. പീഡിയെന്ന് വാങ്ങുമ്പോ തന്നെ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണെന്ന് വിചാരിക്കുന്നു. അതെ അതെ അതെ. എന്താണ് സൈബ, ഫുള്ള് കുരുത്തക്കേടാണല്ലോ ഈ അവിടെ നിന്നിട്ട്. കുരുത്തക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ ഓളാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുന്നിൽ ഒരു പാത്രം വെക്കും. എന്നിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ബോൾസ് ഉണ്ട് നമ്മളെ കയ്യില്. അതിങ്ങനെ ഹെഡ് ചെയ്തിട്ട് 3 ബോൾസ് കേട്ടോ. ഈ 3 ബോൾസ് ഇങ്ങനെ ഇട്ടെടുക്കും. എന്നിട്ട് ഹെഡ് ചെയ്തിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് ഹെഡ് ചെയ്താക്കണം. അതാണ് ഗെയിം വരാൻ പോകുന്നത്. അപ്പം റാഷി, ഞാന്, എൽഡ്രിജ് നമ്മളിങ്ങനെ ചലഞ്ച് ചെയ്യും. ഇതുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയാ, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹെഡ് ചെയ്താക്കുന്ന എപ്പിസോഡാണ്. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ റാഷിയെ
എൽട്രിജ് നീ ഒരു പണി നമുക്ക് സൈബ് ഇറങ്ങിക്ക. സൈബൊക്കെ ഹൈറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഓക്കെ, നീ ഒരു പണി, നീ താഴത്ത് പോയിട്ട് ഒന്ന് മറ്റേ നമ്മുടെ ബേസിന് ഉണ്ടാവും. ഉമ്മ ആ ബേസിന് ഓടിക്കിട്ടോ എൽട്രിജിന്. എൽട്രിജിനെ താഴത്തേക്ക് വിട്ടതാണ്. അതായത് നമ്മൾ പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അവനോട് പറയരുത് കേട്ടോ, നമ്മള് പ്രാങ്ക് അവനെ പറ്റിക്കാൻ വേണ്ടി പോവാണ്. പറഞ്ഞെടുക്ക്. കളറാക്കി വെച്ച മുട്ട ഉണ്ട്. ആ മുട്ട നമ്മൾ തലയിലേക്ക് എറിയാനാ പോകുന്നത്. അതാണ് സംഭവം. അതായത് മൂന്നാമത്തെ ബോൾ അങ്ങനെ ഇടാണ് ചെയ്യുക. അപ്പൊ എന്തായാലും സേബ മുണ്ടരുതിട്ടാ, പളിയാന്ന് വരട്ടെ. ആ അനക്ക് എറിയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം തുടങ്ങാം. ഇടയിൽ ചിലപ്പോ ചില ഭാഗങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്യില്ല. അപ്പൊ അതിലൊക്കെ ക്ഷമിക്കാം. അറിയുന്ന വരുമ്പോ അതന്നെ. ഓക്കെ, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. ആ നിങ്ങക്ക് ഗെയിം മനസ്സിലായോ? ഞാൻ കാണിച്ചൊന്നുമില്ലേ വീഡിയോ? ഞാൻ കാണിച്ചൊന്നുമില്ല. അങ്ങനെ ആ ഒരു ടൈപ്പിൽ ഇട്ടാ. അതായത് എങ്ങനെയാന്ന് പറയാ റാഷിയ, അതായത് ആണ് നമ്മളെ ബേസിനല്ലേ, ഇതിലേക്കാണ് ഹെഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇടും, ഞാൻ തട്ടിനകത്തിരുന്നു. ആ നമ്മള് മൂന്നാളും 3 ബോള് 3 ട്രൈ ആണ് ഒരാൾക്കുള്ളത്. 3 ബോൾ ഉണ്ട് നമ്മളെ കയ്യില്. ഈ 3 ബോൾ ഓരോന്നും ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ ഇടും. അതായത് 3 എണ്ണം. നീ ഒന്നിട്ടെ, ഞാൻ കാണിച്ചതാ. ഹെഡ് ചെയ്തിട്ട് പൊക്കി എടുത്താ അങ്ങനെ ഹെഡ് ചെയ്ത്. ഇപ്പൊ കണ്ടില്ലേ, അപ്പുറത്തേക്കൊക്കെ പോയത് തട്ടിട്ട് അപ്പുറത്തേക്ക് പോയില്ലേ. അപ്പൊ ഇതേമാതിരി തട്ടിയിട്ട് കറക്റ്റ് ഇതിലേക്ക് വരണം. ഒന്നുകൂടിട്ടോ ഒന്നുകൂടെ ആവേശം മുത്തത് മര്യാദക്ക് പൊക്കിയിടണോ. അപ്പൊ ഇത് 3 ട്രൈ ആണ് ഉള്ളത്. 3 ട്രൈയില് ആരെങ്കിലും ഒരാൾ ആക്കി കഴിഞ്ഞാൽ പൊക്കിയിടണം കേട്ടോ. ഒത്തിരി പാടുള്ള ഗെയിമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കല്ലേ. ഫസ്റ്റ് എന്തായാലും നിങ്ങൾ എൽട്രിജ് എറിയണം. ഫസ്റ്റ് എൽട്രിജ് എറിഞ്ഞോ 3 എണ്ണം. അപ്പൊ എന്റെ ഇതാണ് നല്ലപോലെ പൊക്കിയിടണം കേട്ടോ. 3 ട്രൈ. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ഈ പോയിന്റ് തന്നെ ചെയ്യണം കേട്ടോ. അതിന്റെ ആ തുമ്പത്ത് തട്ടിട്ടാ ആയിട്ടില്ലല്ലോ. പറയുമ്പോഴൊക്കെ ചെയ്യാം. അവസാനത്തെ ആയിട്ടില്ല കേട്ടോ. ഞാൻ നിന്നിട്ടില്ല. അപ്പത്തിനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടല്ല. അപ്പൊ ഞാൻ കിട്ടിയില്ല. അപ്പം എനിക്ക് ഒരു പോയിന്റ് ആയിട്ടുണ്ട്. എന്തായിക്കോട്ടെ. ഇനി റാഷിന്റെ അപ്പൊ അടുക്ക്. എൽട്രിജ് സെറ്റ് അല്ലേ? ഇടില്ല. ഓക്കെ, എൽട്രിജ് ആണ് ഇപ്പൊ റാഷിന്റെ ചെയ്യാൻ വേണ്ടി പോണത്. ഒന്ന് പോയി അന്നേരം താഴ്ത്തു പോയി. കുഴപ്പമില്ല. എടുക്കാം. ഇതെന്താ റാഷിയെ? ഇല്ല. അപ്പൊ എനിക്കാണ് ഒരു പോയിന്റ്. ഓടെ അത് ഇന്നലത്തെ എപ്പിസോഡില്ലേ, ഇന്നലത്തേല് റാഷി എങ്ങനെയൊക്കെ തട്ടിമുട്ടി ജയിച്ചു പോയതാണ്. ഞാൻ ജയിക്കേണ്ടായിരുന്നു. അപ്പം കണ്ട, ഈ ഗെയിമിലും ഞാൻ തന്നെ ജയിക്കാനായിരിക്കും ചാൻസ്. മുടി ഇനിയിപ്പോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ കേട്ടോ. ഇനിയിപ്പം എൽട്രിജിന്റെതാണ്. അപ്പൊ താഴത്തെ 2-3 ബോള് പോയിട്ടുണ്ട്. അപ്പൊ എൽട്രിജ് ഒന്ന് പോയി എടുത്തു. അപ്പൊ പ്ലാൻ ചെയ്ത പോലെ തന്നെ തെറ്റിയിട്ടുണ്ട് നമ്മുടെ ഇത്. അത് ഞാൻ പറഞ്ഞേക്കാം. ഒരു എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് റാശി ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വരുത്തി തരണം കേട്ടോ. അതായത് ഓൻ്റെ ഒന്ന് എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിന് എനിക്ക് ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടി ഒരു ഗ്യാപ്പ് തരണം. ഗെയിമിൻ്റെ എന്താ പറയുക, ഗെയിമിൻ്റെ ആ ഒരു സ്പിരിറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇപ്പം ഞാൻ കളിക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്കും ആവേശമായിരുന്നു. ആ ഒരു ആവേശം വരുത്തിയിട്ട് നിൽക്കണം. ഇല്ല പറയൂല, മുണ്ടരുതിട്ടാ. ഇവിടെ കയറി ഇന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതാ നമ്മുടെ 3 ബോള് നമ്മുടെ കയ്യിലുണ്ട്. തുടങ്ങല്ലേ? സെറ്റ് അല്ലേ? കുറച്ച് ബാക്കോട്ട് ഇതാക്കിയാ മതി. റെഡി അല്ലേ? റെഡി അല്ലേ? പിന്നെ അല്ല, ഏതായാലും ബാക്കിയും കൂടി ഉണ്ടല്ലോ. ബാക്കിയും കൂടി അറിഞ്ഞു നോക്കാം എന്താ സംഭവം നോക്കാലോ. നല്ല സ്ട്രോങ്ങിൽ വേണ്ട തട്ടാൻ. നല്ല സ്ട്രോങ്ങിലായിട്ട്
റെഡി അല്ലേ? റെഡി? ഫൈനൽ 1 ആണ്. റെഡി അല്ലേ? കട്ട് ചെയ്താ ഒന്നും കൂടി നിനക്കൊരു റെഡി അല്ലേ? റെഡി? ഓവർ ഇതായി പോയി. മറ്റേ നിർത്ത്. റെഡി? 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 കേട്ടോ വേറെ പണി കിട്ടത് മുട്ട എന്നെ വിട്ടിട്ട് പോകില്ലെന്ന് തോന്നുന്നു. വല്ലാത്തൊരു പണിയായി പോയി. മുട്ട കൊണ്ട് കൂടോത്രം കിട്ടിയോ? മുട്ട വിട്ട് പോണില്ലെന്ന് പറഞ്ഞേ. മുട്ടേന്റെ ഡിസൈനൊക്കെ കണ്ട ആ ബോൾ വരുമ്പോ ശ്രദ്ധിക്കില്ലല്ലോ. കളീന്റെ ഇതിലല്ലേ, കളീന്റെ ഒരു ഇതിലല്ലേ കേറി ഏറ്റവും കുത്തിച്ചു തലയിലൊക്കെ അതവിടെ ഉണ്ട്. മുട്ട കാക്ക തോരിനാ തോന്നുന്നു. അത് ബാക്കിയുള്ള ഓംലേറ്റ് അടിക്കാൻ പറ്റുമോ? ഷെയ്ബൊക്കെ കൂടിയിട്ടാട്ടോ എന്നെ പറ്റിച്ചത്. ഹരിഹർ നഗർ ഫിലിമൊക്കെ ഓർമ്മയുണ്ട്. ചീഞ്ഞ മുട്ട എന്നല്ല എന്തായാലും ഭാഗ്യത്തിന്. പൈസ കൊടുത്ത് നല്ല അടിപൊളി മുട്ട വാങ്ങിയതാണ്. ഞാൻ കൊറേ കാലം പൊന്മുട്ടയാണ്, പൊന്മുട്ടയാണ്, മഞ്ഞ കളർ ഉണ്ട്. അതല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ പ്രാങ്ക് എങ്ങനെ ഉണ്ടായത്? നിനക്ക് വല്ല ഡൗട്ട് ഉണ്ട് എന്ന് നമ്മള് പ്രാങ്ക് ചെയ്യിപ്പിക്കുന്നു? എത്ര നേരം ബോളിച്ച് കളിക്കില്ലല്ലോ. പിന്നെ ആക്ച്വലി ഈ ഗെയിമിന്റെ ഇന്നലത്തെ ഗെയിം കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ബോൾ വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു നമ്മൾ കളിച്ചിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അത് കഴിഞ്ഞിട്ടാണ് ഈ ബോൾ കൊണ്ട് തന്നെ കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഡൗട്ടും ഉണ്ടാവില്ല ഇതൊരു പ്രാങ്ക് ആയിരിക്കും എന്നുള്ളത്. സത്യത്തിൽ എനിക്കുള്ള ഒരു ഇതെന്താ പറയുക, ഞാൻ കണ്ട വീഡിയോയില് മുട്ട തലേ തട്ടിട്ട് അപ്പുറത്ത് പോയിട്ടാണ് പൊട്ടുന്നത്. ഇത് തലേന്ന് പൊട്ടുമെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നമ്മളെ ഗെയിമിന്റെ ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റ് ഉണ്ടേ ആഞ്ഞൊരു അല്ല ഒന്ന് നമ്മൾ വിചാരിച്ച മാതിരി സംഭവം സെറ്റായി. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രാങ്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അല്ല പ്രാങ്ക് എങ്ങനെ പൊളിച്ച പ്രാങ്ക് വിഷമൊന്നുമില്ലല്ലോ? എന്ത് വിഷമം, ഇതൊക്കെ രസമല്ലേ? അതാണ് ഒരു രസം. എല്ലാരും ഫണ്ണാക്കിട്ട് എടുത്താൽ മതി. ജസ്റ്റ് എന്റർടൈൻമെന്റ് അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട അവന്റെ തലയിട്ടിട്ട് മുട്ട പൊട്ടിച്ച് പൊരിച്ച് നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കട്ടാ. അപ്പൊ ഗ്യാസ് അടുപ്പ് മുകളിൽ വെക്കാന്ന് അവന്റെ തലയിൽ വെക്കാന്ന്. അപ്പൊ എന്തായാലും ചെയ്യുക, ഇന്നത്തെ എപ്പിസോഡ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനിയും കൂടുതൽ പ്രാങ്കുകളും ചലഞ്ചുകളും ഗെയിമുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാൻ, റാഷി, സൈബ, എല്ലാവരും എൽഡ്രിജും ഒക്കെ നമ്മളെല്ലാരും ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കയറി ഫോളോ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതേപോലെ തന്നെ താഴെ കമന്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു അറിയിക്കണം കേട്ടോ. ഇത് ഫണ്ണാണ്, ഹേർട്ടായിട്ടില്ലല്ലോ. അവൻ ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇവന് പ്രാങ്ക് ചെയ്യാൻ വിളിക്കാന്നുള്ളത് അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്നാലും ഒരു ചലഞ്ച് ചെയ്തത്. അതിനൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കൂടി ചെയ്തത്, അതേ ഒരു പാറ്റേണിലുള്ള ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നമ്മുടെ എൻട്രി ആപ്പിനെ കുറിച്ച് മറക്കണ്ട കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എന്തായാലും ഇത്രേ കാര്യങ്ങളുള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്തൊക്കെ എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് കമന്റിൽ രേഖപ്പെടുത്താം. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ.